ഇന്നത്തേത് ഉച്ചയ്ക്കത്തേക്കുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന വെളുത്ത ആവോലി. ഇത് അപ്പൻ ഇന്നലെ ബോട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആവോലിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ആവോലിയാണ്. അത് വലുത് നോക്കിയിട്ട് ഞാനിങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് പിള്ളേർക്ക് റെഡിയാക്കി കൊടുക്കാനായിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഫിഷ് കട്ട് ചെയ്യാനായിട്ട് വലിയ എക്സ്പേർട്ടൊന്നും അല്ല. പിന്നെ ഈ ഒരു ആവോലിക്കെന്ന് പറയുന്നത് ചെതുമ്പൽ വലിയതായിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പക്ഷെ നന്നായിട്ട് വടിച്ച് അതിൻ്റെ പുറത്തുള്ള ആ ഒരു ഉലുമ്പുണ്ട്, അതും പിന്നെ ആ ഒരു സിൽവർ കളറിലെ ചെറിയ രീതിയിലുള്ള ചെതുമ്പലുണ്ട്. ആ ഒരു ഉലുമ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് നമ്മൾ വടിച്ച് വൃത്തിയാക്കണം. എളുപ്പമാണ് മീൻ വെട്ടാനായിട്ട്. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ മീനൊക്കെ വെട്ടാനായിട്ട് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ചിറകും കാര്യങ്ങളും ഒക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. മീൻ വെട്ടാൻ പിന്നെ നമ്മൾ എപ്പോഴായാലും അത് നമ്മൾ ചെയ്ത് നോക്കി തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ എന്തായാലും ഉറപ്പായിട്ടും കുറച്ച് പാളീച്ചകളൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത തവണ മേക്ക് ഓവർ ചെയ്ത് നമ്മൾ സ്വയം ചെയ്യുമ്പോഴേ ഏത് കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കുള്ളൂ. അപ്പോൾ ആവോലി പൊതുവേ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കൂടിയാണ് കേട്ടോ. അധികം ചെതുമ്പലില്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ആവോലി. ഇത് സിൽവർ പോംഫ്രട്ട് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇത് സിൽവർ പോംഫ്രട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ കറുത്ത ആവോലിയും ഉണ്ട്. ഇതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ആ ഒരു കറുത്ത ആവോലിയാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല വെള്ളി കളറിലായിരിക്കും ഈ ഒരു ആവോലി ഉണ്ടാവുക. അപ്പോൾ നല്ല വൃത്തിയായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കുക. ഉപ്പും പുളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കും. ഇത് നമുക്ക് നമ്മുടെ അതായത് ഒരു ദിവസത്തെ പണിക്ക് പോകുന്ന ബോട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മീനാണ് കേട്ടോ. അത് കെമിക്കലിലോ കാര്യങ്ങളിലോ ഒന്നും വീഴാതെ നമുക്കിവിടെ ഏറ്റവും ഫ്രഷായിട്ട് കിട്ടുന്ന ഒരേ ഒരു ഐറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കെമിക്കൽ ഇല്ലാതെ കിട്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് മീൻ തന്നെയാണ്. അത് നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചെറിയ തോട്ടത്തിൽ നിന്ന് തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒറ്റ പച്ചമുളക് മാത്രം മതി കേട്ടോ, കാരണം പിള്ളേർക്ക് കൂടി കഴിക്കാനുള്ളതാണ്. പിന്നെ ചെറിയൊരു മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കറിവേപ്പില. അതിൽ നിന്നൊരു 2 അല്ലി കറിവേപ്പില കൂടി നമുക്ക് എടുക്കാം. പിന്നെ ഉള്ളത് പച്ചക്കുരുമുളകാണ് കേട്ടോ. ഇന്നത്തെ പച്ചക്കുരുമുളകിൻ്റെ റെസിപ്പിയാണ്. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫോളോവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോംഫ്രറ്റ്, അതായത് ആവോലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഇത് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഇനി ഈ ഒരു സവാളയും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമുളകും പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി മിക്സിയുടെ ആ ജാറിലേക്ക് തട്ടിയിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുരുമുളക് ഉണ്ടെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂണിന് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എരിവ് കുറച്ച് ചെയ്യുന്നത്. നല്ല സ്പൈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്, അടിപൊളിയാണ്. ഇത് ഉപ്പ് നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നീരാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് മിക്സിയിലേക്ക് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് പേസ്റ്റ് പരുവത്തിൽ, ഒരു സെമി പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം. ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ ഒരു തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു പേസ്റ്റ് അരച്ചെടുത്ത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ എരിവില്ലാത്തതാണ്. ഇനി ആ മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് നീര് ചേർത്തിട്ടാണ് ഇതൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് പുളിക്ക് വേണ്ടിയിട്ടാണ്. ഇത് വിനാഗിരി വേണ്ട എന്നുള്ളവർക്ക് നാരങ്ങാനീര് ചേർക്കാവുന്നതാണ്. നല്ലൊരു പുളിയൊരു രസം നല്ലതായിരിക്കും നമ്മളത് റെഡിയാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ പിള്ളേർക്ക് കഴിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ അധികം ചേർക്കാത്തത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിഷ് മസാല കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ കഴുകി കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആവോലി ഇതിലേക്ക് ആ ഒരു മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആവോലി മീനിൻ്റെ
പുറഭാഗം ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു അരപ്പ് തേച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത്, അതായത് ചെതുമ്പലില്ലാത്തത് കൊണ്ട് ആ ഒരു ചെതുമ്പൽ ഇളകിപ്പോയ ആ ഒരു പ്രതലം, അതായത് റഫായിട്ടുള്ളൊരു പ്രതലമല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്രതലമാണ്. അപ്പോൾ നല്ല ഡീപ്പായിട്ട് നമ്മൾ വരയിട്ട് കൊടുത്തിട്ട് അതിലേക്ക് മസാല നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു പാൻ വെക്കുക, മീൻ കൊള്ളത്തക്ക രീതിയിലുള്ളൊരു പാൻ വെക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മീൻ എടുത്തിനി അതിലേക്ക് വെക്കാൻ പോവുകയാണ്. ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് കറിവേപ്പില സൈഡായിട്ട് ഇട്ട് കൊടുക്കണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു പ്രത്യേക മണമായിരിക്കും മീനൊന്ന് വെന്ത് വരുമ്പോഴേക്കും. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്, ഞാനിവിടെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ, പിള്ളേർക്കും നല്ലതാണ്, നല്ല ഹെൽത്തി ആണല്ലോ നെയ്യ്. അപ്പോൾ കുറച്ച് എണ്ണയും കുറച്ച് നെയ്യുമാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നെക്സ്റ്റ് ടൈം ആരെങ്കിലുമൊക്കെ ഒന്ന് ഇത് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മീൻ വറുക്കുമ്പോഴാണെങ്കിലും നെയ്യ് ചേർത്ത് വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു സൈഡ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. വേവ് വളരെ കുറഞ്ഞൊരു മീനാണ് കേട്ടോ ആവോലി. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ നമ്മൾ കറക്റ്റായിട്ടതൊന്ന് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തും 1-2 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അത് നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. അങ്ങനെ നമ്മുടെ മീൻ ഏകദേശം 2 സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കണം. ഇതിപ്പോൾ ഞാൻ എടുത്ത് നേരത്തെ തന്നെ നമ്മുടെ ഫോയിൽ പേപ്പർ ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു പേസ്റ്റ്, അത് ഇതിൻ്റെ പുറത്തേക്കൊരു, നമ്മൾ കൈ വെച്ച് തേക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു പരന്ന ഒരു സ്പൂണിൻ്റെ പ്രതലമാണെങ്കിൽ നല്ല രീതിയിൽ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ആ ഒരു വയറൊക്കെ നമ്മൾ ആ ഒരു ഓപ്പൺ ആക്കിയ സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ മസാല ഉള്ളിലേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി ഇതെടുത്ത് വീണ്ടും നമ്മുടെ ആ ഫ്രൈ പാനിലേക്ക് തന്നെ വെക്കുക. കാരണം നമുക്കിനി ഇതിൻ്റെ താഴെ കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഫോയിൽ പേപ്പറിൽ തന്നെ നമ്മളൊരു കറിവേപ്പില വെക്കുന്നുണ്ട്. പിന്നെ സൈഡായിട്ട് നമ്മുടെ 1-2 കുട്ടിത്തക്കാളി ഉണ്ടായിരുന്നു. അതും നേരത്തെ ഇവിടെ പിച്ചി വെച്ചതായിരുന്നു. അപ്പോൾ അത് ഒന്ന് താഴെ ഒന്ന് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളി വെന്ത് കഴിയുമ്പോൾ. ഇനി നമ്മുടെ മീനെടുത്ത് അരപ്പ് തേച്ച ഭാഗം ഇതിൻ്റെ പുറത്ത് വരത്തക്ക രീതിയിൽ തിരിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ആ അരപ്പ് തേച്ച ഭാഗം ആ ഭാഗത്തേക്ക് പോകണം. കാരണം അരപ്പ് തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കെടുത്ത് തിരിച്ചിട്ട് ആ സവാളയും അതൊന്നും വെക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള മസാല മുഴുവൻ ഈ ഒരു സൈഡിലേക്ക് മീൻ മൊത്തത്തെ കവറാവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു മസാല എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അത് മാത്രമല്ല, നല്ല ചൂട് പൊറോട്ടയും ചൂട് ചപ്പാത്തിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രേവിയും ആയിട്ട് നമുക്ക് നന്നായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവി നമ്മൾ ഈ പുറത്ത് തേക്കുന്ന ആ ഒരു മസാല കുറഞ്ഞു പോകരുത്. അത് അത്യാവശ്യം മീനിൻ്റെ വലിപ്പം അനുസരിച്ച് തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. മീൻ മൊത്തത്തിൽ കവർ ചെയ്യത്തക്ക രീതിയിലുള്ള മസാല വേണം എപ്പോഴും നമ്മൾ റെഡിയാക്കാനായിട്ട്. നെയ്യൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തതുകൊണ്ട് പിള്ളേർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ വലിയവർക്ക് കഴിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സ്പൈസി ആയിട്ട്, ഇപ്പോൾ ഈ ഡെക്കറേഷന് വെക്കുന്ന ഈ ഒരു തക്കാളിയുടെയൊക്കെ കൂടെ കുറച്ച് പച്ചമുളക് കൂടെ നമുക്ക് കീറി വെക്കാവുന്നതാണ്. പക്ഷേ അത്രയും എരിവായി കഴിഞ്ഞാൽ നമുക്കത് പിള്ളേർക്ക് കഴിക്കാൻ പാടായിരിക്കും. അപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ ആ കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് ആ ഫോയിൽ പേപ്പർ അങ്ങ് മടക്കി നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. വാഴയില നമുക്ക് ഇന്നിവിടെ കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ഫോയിൽ പേപ്പറിലാക്കിയത്. പനിയുള്ളതുകൊണ്ട് വെയിലത്ത് വാഴയില എടുക്കാനായിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ നേരത്തെ മീൻ വറുത്ത ഫ്രൈ പാൻ ഉണ്ടല്ലോ, അതിൽ ആ കരിഞ്ഞതെല്ലാം ഒന്ന് നീക്കി കളഞ്ഞിട്ട് കുറച്ച് എണ്ണ കൂടി ഒന്ന് ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആവിയിൽ നിന്നുകൂടി ഒന്ന് വേവണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ചോറും ഇവിടെ ഇന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ മീൻ 2 സൈഡും ഞാൻ മറിച്ചും തിരിച്ചുമൊക്കെ വെച്ച് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിള്ളേരിവിടെ റെഡിയായിരിക്കുകൊണ്ട് നല്ല മണം വരുന്നെന്നും പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് അടുക്കളയിൽ കിടന്ന് കറക്കുമായിരുന്നു. അപ്പോൾ 3 പേരും റെഡിയായിരിക്കുകൊണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അവർ തന്നെയാണ് കേട്ടോ തുറന്ന് നോക്കുന്നേ. ഓക്കെ, ആ ഒരു മസാല നമ്മൾ എത്രത്തോളം മസാല വെച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ മീൻ ഒരുമാതിരി ഇങ്ങനെ വെളുത്ത് തന്നെ ഇരിക്കും. നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞ് പൊള്ളിച്ചെടുക്കുന്ന ആ ഒരു
ടേസ്റ്റൊന്നും നമുക്ക് കിട്ടില്ല. തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. കറിവേപ്പിലയ്ക്ക് നല്ല അടിപൊളി മണമാണ് കേട്ടോ. നല്ല മണമുള്ള കറിവേപ്പില നമ്മൾ ചില സ്ഥലത്തൊക്കെ നമുക്ക് അധികം മണമുള്ളത് കിട്ടില്ല, പക്ഷേ ചില സമയത്ത് നമുക്ക് നല്ല മണമുള്ള കറിവേപ്പില കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു സ്പൂൺ ഒരു ഫോർക്ക് വെച്ചിട്ട് അവർക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടുണ്ട്, മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പൊള്ളി കേട്ടോ, ചെറിയ ചൂടുണ്ട്. ഇനി ഞാനും കൂടി ഒന്ന് ചെറിയൊരു പീസൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് നമ്മളെപ്പോഴും ഏത് മസാലയാണെങ്കിലും ഉപ്പ് കറക്റ്റ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്തിട്ടുള്ള ഒരു മസാലയുടെയും ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ഓക്കെ, കൊള്ളാം. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ നല്ലൊരു അടിപൊളിയൊരു റെസിപ്പിയാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സൺഡേ സ്പെഷ്യലായിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ടൊന്ന് ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.